16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. സഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാവിലെ 9 മണിയോടെ സഭാ ഹാളിൽ ആരംഭിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള MLA-മാരിൽ ആദ്യമായി അബു ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അപ്പു ജോൺ ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയോടും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു. വിശദാംശങ്ങളുമായി അനീഷ് പി ചേരുന്നുണ്ട്. അനീഷ്, 16ാം കേരള നിയമസഭയുടെ സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാവിലെ 9 മണിയോടെ തന്നെ സഭാ ഹാളിൽ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ നിന്നുള്ള MLA-മാരിൽ ആദ്യമായി അബു ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനുശേഷം ഇപ്പോൾ ദേവികുളത്തു നിന്നുമുള്ള MLA F. രാജ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തമിഴിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അനീഷ്, ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഷിബിൻ, ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്തുകൊണ്ടാണ് UDF ഇത്തവണ അധികാരത്തിലേക്ക് വന്നത്. ഈ 5 MLA-മാരും ഇപ്പോൾ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊടുപുഴ MLA ആയിട്ടുള്ള അപ്പു ജോസഫാണ് ഏറ്റവും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ സഭയിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇടുക്കിയിലേക്ക് തന്നെ വരുമ്പോൾ F. രാജയാണ് സത്യപ്രതിജ്ഞ അല്പം മുമ്പ് ചെയ്തത്. നമുക്കറിയാം, ഇടത് കോട്ടയായിട്ടിരുന്ന ദേവികുളം മണ്ഡലത്തിലെ ഇത്തവണ F. രാജയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു. തമിഴ് ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള ദേവികുളത്തിന്റെ നായകൻ, ദേവികുളത്തിന്റെ MLA F. രാജ അല്പം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ പ്രോം ടൈം സ്പീക്കർ G. സുധാകരനാണ് പുതിയ ജനപ്രതിനിധികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇതനുസരിച്ച് ഏറ്റവും ആദ്യം ഫിഷറീസ് മന്ത്രി V. അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രണ്ടാമതായി പാറക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തും സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. മൂവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ സുധാകരൻ പ്രോം ടൈം സ്പീക്കറായി എത്തുന്നു എന്നുള്ള ആ ഒരു അതിശയോക്തിയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുക്കും. ഈ സത്യപ്രതിജ്ഞാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സഭയെ അഭിസംബോധന ചെയ്ത പ്രോം ടൈം സ്പീക്കർ G. സുധാകരൻ ബഹുമാനീയനായ മുഖ്യമന്ത്രി, ബഹുമാനീയനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സഭാ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. പുതിയ സഭയിൽ മുഖ്യമന്ത്രി V. D. സതീശൻ 105-ാമനായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 133-ാമതായും സത്യപ്രതിജ്ഞ ചെയ്യും. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള MLA സേവ്യർ ചിറ്റലപ്പള്ളിയാണ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ഒടുവിൽ 140-ാമതായി സത്യപ്രതിജ്ഞ ചെയ്യുക. നാളെ, അതായത് മെയ് 22 നിയമസഭാ സ്പീക്കറെ രാവിലെ 9 മണിക്ക് നിയമസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്താണെങ്കിലും ഇടുക്കിയിൽ നിന്നുള്ള MLA-മാരിൽ അപ്പു ജോസഫ്, F. രാജ എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞു. ഇനി റോയി K. പൗലോസ് ആയിരിക്കും അടുത്തതായി സത്യപ്രതിജ്ഞ ചൊല്ലുക. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ നിന്നുള്ള നിയുക്ത MLA ആണ്. അതിനുശേഷം സിറിയക് തോമസും, പീരുമേട് നിന്നുള്ള MLA ആയിട്ടുള്ള സിറിയക് തോമസും, സേനാപതി വേണു, ഏറ്റവും ഒടുവിലായി സേനാപതി വേണുവും ഇടുക്കിയിൽ നിന്നുള്ള MLA-മാരിൽ സത്യപ്രതിജ്ഞ ചെയ്യും. എന്താണെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുക. ഷിബിൻ.